ചാരം മൂടിയതും അഗ്നി വിഴുങ്ങിയതുമായ ആകാശത്തിനു കീഴിൽ മരണത്തിന്റെ തണുപ്പുള്ള നദീജലത്തിൽ നിന്നും ജീവനുവേണ്ടി പൊരുതിക്കൊണ്ട് ബ്രോൺ മുകളിലേക്ക് കുതിച്ചു. ഒപ്പം തന്റെ കൈകളിൽ ജീവനുവേണ്ടി പിടയുന്ന ജൈമയെ അയാൾ വെള്ളത്തിനു മുകളിലേക്ക് വലിച്ചുയർത്തി. ശ്വാസം കിട്ടാതെ ജൈമെ പിടയുകയായിരുന്നു. സർവ്വശക്തിയുമെടുത്ത് ബ്രോൺ അവനെ നദീതീരത്തെ ചെളിയിലേക്ക് വലിച്ചിഴച്ചു. ജൈമെ വായിൽ നിറഞ്ഞിരുന്ന വെള്ളം ചുമച്ചു തുപ്പുകയും ദീർഘമായി ശ്വാസമെടുക്കാൻ നെഞ്ചുവിരിച്ചു പാടുപെടുകയും ചെയ്തു. ഇരുവരും മലർന്നുകിടന്ന് ചുട്ടുപൊള്ളുന്ന ആകാശത്തേക്ക് നോക്കി കിതച്ചു. യുദ്ധത്തിന്റെ ഭയാനകമായ ശബ്ദങ്ങൾ ദൂരെ എരിഞ്ഞടങ്ങുന്നുണ്ടായിരുന്നു. നിനക്കെന്നെ കൊല്ലാമായിരുന്നു. കിതപ്പിനിടയിലും ഭയം വിട്ടുമാറാത്ത സ്വരത്തിൽ ജൈമെ പറഞ്ഞു. നീ എന്ത് നാശമാണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്? ദേഷ്യമടക്കാനാവാതെ ബ്രോൺ ചോദിച്ചു. അവളെ കൊന്നുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തന്റെ ജീവൻ പണയം വെച്ചതിലെ ന്യായീകരണം പോലെ ജൈമെ പറഞ്ഞു. നിനക്കും അവൾക്കുമിടയിൽ നിൽക്കുന്ന ആ ഭീമാകാരനായ ഡ്രാഗണെ നീ കണ്ടില്ലേ? ബ്രോൺ അവിശ്വസനീയതയോടെ ജൈമയെ നോക്കി ചോദിച്ചു. അപ്പോഴും അവനെ ഗ്രസിച്ചിരുന്ന ഭയം കാരണം ജൈമെ ഒന്നും മിണ്ടിയില്ല. അയാൾ പതിയെ എഴുന്നേറ്റിരുന്നു. ബ്രോണും അവന് മുഖാമുഖമായിരുന്നു. ശ്വാസം നേരെ വീഴാൻ അവൻ പാടുപെടുന്നുണ്ടായിരുന്നു. എന്നെ ശ്രദ്ധിച്ചു കേൾക്കുക, ബ്രോൺ ശബ്ദം താഴ്ത്തി, എന്നാൽ കർശനമായി പറഞ്ഞു. എനിക്ക് കിട്ടാനുള്ളത് കിട്ടുന്നതുവരെ ഒരു ഡ്രാഗണും നിന്നെ കൊല്ലാൻ പോകുന്നില്ല. നിനക്ക് സ്വയം മരിക്കാനും അവകാശമില്ല. നിന്നെ കൊല്ലാനുള്ള അധികാരം എനിക്ക് മാത്രമുള്ളതാണ്. ജൈമെ ദൂരേക്ക് നോക്കി. അവിടെ അവശേഷിക്കുന്ന തീജ്വാലകൾ അവന്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചു. ആ കൂറ്റൻ ഡ്രാഗണിന്റെ ഭീകരത ആ നിമിഷത്തിലും അവനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അതൊരെണ്ണം മാത്രമായിരുന്നു. അവൾക്കിനിയും 2 എണ്ണം കൂടിയുണ്ട്. അവൾ അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ, ശരിക്കും ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ. അവൻ പറഞ്ഞു. നിന്റെ കഥ കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ബ്രോൺ എഴുന്നേറ്റ് ദൂരേക്ക് നടന്നുപോയി. ജൈമെ മാത്രം ആ തീരത്ത് ദൂരെ എരിഞ്ഞടങ്ങുന്ന യുദ്ധഭൂമിയിലെ പുകയും തീയും നോക്കി തളർന്നിരുന്നു. ആകാശം പൂർണ്ണമായും ഇരുളാൻ തുടങ്ങിയിരുന്നു. മറുവശത്ത് കരിഞ്ഞ വെണ്ണീർ മൂടിയ ആ യുദ്ധഭൂമിയിലൂടെ ടിരിയൻ നടക്കുകയായിരുന്നു. അവന്റെ ഓരോ ചുവടിലും ചാരം പറന്നുയർന്നു. കാറ്റിൽ കരിഞ്ഞ മാംസത്തിന്റെ മനംമറിക്കുന്ന ഗന്ധം നിറഞ്ഞുനിന്നു. എരിഞ്ഞടങ്ങിയ മൃതദേഹങ്ങളും കത്തിക്കരിഞ്ഞ വണ്ടികളും അവിടെയെങ്ങും ചിതറിക്കിടന്നിരുന്നു. മരിച്ചുകിടക്കുന്ന ലാനിസ്റ്റർ സൈനികരുടെ ശരീരങ്ങളിൽ നിന്ന് വിലപിടിപ്പുള്ള ആയുധങ്ങളും പണവും കവർന്നെടുക്കുന്ന ദോത്രാക്കി പോരാളികൾ അവിടെയെങ്ങുമുണ്ടായിരുന്നു. കുതിരപ്പുറത്തേറിയ ഒരു കൂട്ടം ദോത്രാക്കി സൈനികർ തടവിലാക്കപ്പെട്ട ലാനിസ്റ്റർ സൈനികരെ ഡെനറീസും ഭയാനകനായ ഡ്രോഗണും കാത്തുനിൽക്കുന്നിടത്തേക്ക് നയിച്ചുകൊണ്ടുപോയി. സെർസി നിങ്ങളോടെന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ നഗരങ്ങൾ നശിപ്പിക്കാൻ വന്നവളാണെന്ന് ഡെനറീസ് പറഞ്ഞു. അവൾ ആ സൈനികർക്കിടയിലൂടെ സാവധാനം കണ്ണോടിച്ചു. ആ നിമിഷത്തിൽ അവിടെ ഭയാനകമായ നിശബ്ദത തളം കെട്ടിനിന്നു. നിങ്ങളുടെ വീടുകൾ ചുട്ടരിക്കാനും നിങ്ങളെ കൊന്നൊടുക്കാനും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനാഥരാക്കാനും വന്നവളാണെന്ന്. അത് സെർസി ലാനിസ്റ്ററാണ്, ഞാനല്ല. ഞാനിവിടെ വന്നത് കൊലവിളിക്കാനല്ല. പണക്കാർക്കും പാവപ്പെട്ടവർക്കുമേൽ ഒരുപോലെ ഉരുളുന്ന സെർസി ലാനിസ്റ്റർമാരെപ്പോലുള്ളവർക്കു മാത്രം നേട്ടമുണ്ടാക്കുന്ന ആ അധികാരത്തിന്റെ ചക്രം തകർക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് നൽകുന്നു. മുട്ടുകുത്തി എന്നോടൊപ്പം ചേരുക. നാം കണ്ടെത്തിയതിനേക്കാൾ മികച്ചൊരു ലോകം നമുക്കൊരുമിച്ച് സൃഷ്ടിക്കാം. അല്ലെങ്കിൽ വിസമ്മതിച്ചു മരിക്കുക, അവൾ കർശനമായി പറഞ്ഞു. ഭയം സിരകളിൽ അരിച്ചുകയറിയ ലാനിസ്റ്റർ സൈനികർ ജീവൻ രക്ഷിക്കാനായി വേഗത്തിൽ മുട്ടുകുത്തി. എന്നാൽ റാൻഡിലും ഡിക്കോണും ഉൾപ്പെടെ ചുരുക്കം ചിലർ മാത്രം തലയുയർത്തി അഭിമാനത്തോടെ നിന്നു. മുന്നോട്ട് വരൂ മൈലോഡ്, ഡെനറീസ് കൽപ്പിച്ചു പറഞ്ഞു. റാൻഡിൽ ഏതാനും ചുവടുകൾ മുൻപോട്ട് വന്നു. മുട്ടുകുത്തി നിൽക്കുന്ന സൈനികർക്ക് മുന്നിലായി നിന്നു. നിങ്ങൾ മുട്ടുകുത്തില്ലേ? ഡെനറീസ് ചോദിച്ചു. എനിക്കിപ്പോൾ തന്നെ ഒരു രാജ്ഞിയുണ്ട്, റാൻഡിൽ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് ടിരിയൻ മുന്നോട്ട് വന്നു. അവന്റെ കണ്ണുകളിൽ സഹതാപവും വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള വേദനയുമുണ്ടായിരുന്നു. എന്റെ സഹോദരി, അവൾ അടുത്തിടെ വരെ നിങ്ങളുടെ രാജ്ഞിയായിരുന്നില്ലല്ലോ. നിങ്ങളുടെ യഥാർത്ഥ രാജ്ഞിയെ കൊലപ്പെടുത്തുകയും ഹൗസ് ടൈറലിനെ എന്നേക്കുമായി നശിപ്പിക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങളുടെ കൂറ് അത്ര ഉറപ്പുള്ളതൊന്നുമല്ല എന്ന് തോന്നുന്നു, ടിരിയൻ പറഞ്ഞു. റാൻഡിൽ പുച്ഛത്തോടെ ടിരിയനെ നോക്കി. യുദ്ധത്തിൽ എളുപ്പമുള്ള തിരഞ്ഞെടുപ്പുകളില്ല. നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് നിങ്ങൾക്കെന്തു വേണമെങ്കിലും പറയാം. അവൾ വെസ്റ്ററോസിൽ ജനിച്ചവളാണ്, ജീവിതകാലം മുഴുവൻ ഇവിടെ ജീവിച്ചവളാണ്. എന്നാൽ നിങ്ങൾ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തുകയും ഈ നാടുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാട്ടുജാതിക്കാരുടെ സൈന്യത്തെ നയിക്കുന്ന ഒരു വിദേശാക്രമണകാരിയെ പിന്തുണയ്ക്കുകയും ചെയ്തു, റാൻഡിൽ പറഞ്ഞു. നിങ്ങളുടെ ജീവന് പകരം നിങ്ങളുടെ അഭിമാനം പണയം വെക്കാൻ നിങ്ങൾ തയ്യാറല്ല. ഞാൻ അതിനെ ബഹുമാനിക്കുന്നു, ഡെനേറിസ് പറഞ്ഞു. ടിരിയൻ പതുക്കെ ഡെനേറിസിന്റെ അടുത്തേക്ക് തിരിഞ്ഞു. ഒരുപക്ഷെ അവനെ വോളിലേക്ക് അയക്കാം, യോർ ഗ്രേസ്. അവൻ എന്തുതന്നെയായാലും ഒരു യഥാർത്ഥ സൈനികനാണ്. അവിടെ അവനെക്കൊണ്ട് വലിയ പ്രയോജനമുണ്ടാകും, ടിരിയൻ അഭ്യർത്ഥനാസ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾക്കെന്നെ വോളിലേക്ക് അയക്കാൻ കഴിയില്ല. നിങ്ങൾ എന്റെ രാജ്ഞിയല്ല, റാൻഡിൽ തറപ്പിച്ചു പറഞ്ഞു.
ഡെനേറീസ് തന്റെ ദോത്രാക്കി കാവൽക്കാർക്ക് ഒരു സൂചന നൽകി. അവർ റാൻഡിലിനെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നും ഡിക്കോൺ ധീരമായി മുന്നോട്ട് വന്നു. നിങ്ങൾക്കെന്നെ കൂടി കൊല്ലേണ്ടിവരും, ഡിക്കോൺ വിളിച്ചു പറഞ്ഞു. ആരാണ് നീ? ഡെനേറീസ് ചോദിച്ചു. ഒരു വിഡ്ഢി പയ്യൻ, റാൻഡിൽ വേഗത്തിൽ പറഞ്ഞു. ഞാൻ ഡിക്കോൺ ടാർലി, റാൻഡിൽ ടാർലിയുടെ മകൻ. അവൻ നെഞ്ചുവിരിച്ചു നിന്നു പറഞ്ഞു. നീ നിന്റെ കുടുംബത്തിന്റെ ഭാവിയാണ്. ഈ യുദ്ധം ഇതിനകം തന്നെ ഒരു മഹത്തായ കുടുംബത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചുമാറ്റി. അത് വീണ്ടും സംഭവിക്കാൻ അനുവദിക്കരുത്. മുട്ടുകുത്തുക, ടിരിയൻ ദയവായി അപേക്ഷിച്ചു പറഞ്ഞു. ഡിക്കൺ തന്റെ പിതാവിനെ നോക്കി. റാൻഡിൽ സമ്മതത്തോടെ തലയാട്ടി. ഞാൻ മുട്ടുകുത്തില്ല, ഡിക്കൺ പറഞ്ഞു. ടിരിയൻ പതുക്കെ ഡെനറീസിന്റെ അടുത്തേക്ക് നീങ്ങി അവൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ മന്ത്രിച്ചു. യോർ ഗ്രേസ്, ഇരുട്ടറയിലെ കുറച്ചു ആഴ്ചകൾ ഒരുവന്റെ തലയിലെ ഇത്തരം ധീരമായ ചിന്തകളെ മായ്ച്ചുകളയും, അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്റെ തീരുമാനമാണ്. ആളുകളെ ചങ്ങലയിടാനല്ല ഞാൻ വന്നത്. അതൊരു ഓപ്ഷനാക്കിയാൽ പലരും അത് തിരഞ്ഞെടുക്കും. ഞാൻ അവർക്ക് ഒരു തിരഞ്ഞെടുപ്പ് നൽകി, അവർ അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞു, ഡെനറീസ് തറപ്പിച്ചു പറഞ്ഞു. യോർ ഗ്രേസ്, നിങ്ങൾ കുടുംബങ്ങളെ ഒന്നടങ്കം തലവെട്ടാൻ തുടങ്ങി, ടിരിയൻ ഭയത്തോടെ പറഞ്ഞു. ഞാൻ ആരുടെയും തലവെട്ടുന്നില്ല, ഡെനറീസ് പറഞ്ഞു. ഡെനറീസ് തന്റെ ദോത്രാക്കി കാവൽക്കാർക്ക് നേരെ നോക്കി വീണ്ടും സൂചന നൽകി. അവർ റാൻഡിലിനെയും ഡിക്കോണിനെയും ഡ്രോഗോണിന്റെ മുന്നിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയി. റാൻഡിൽ തന്റെ മകന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. മരണം തൊട്ടുമുന്നിൽ നിൽക്കുമ്പോഴും അവരുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നില്ല. ലോർഡ് റാൻഡിൽ ടാർലി, ഡിക്കോൺ ടാർലി, ഞാൻ ഡെനറീസ് ഓഫ് ഹൗസ് ടാർഗാരിയൻ, ഫസ്റ്റ് ഓഫ് മൈ നെയിം, ബ്രേക്കർ ഓഫ് ചെയിൻസ് ആൻഡ് മദർ ഓഫ് ഡ്രാഗൺസ്, നിങ്ങളെ മരണത്തിന് വിധിക്കുന്നു. ഡ്രോഗോൺ ആഴത്തിൽ ശ്വാസമെടുത്ത് അവരെ രണ്ടുപേരെയും അഗ്നിക്കിരയാക്കി. കൊടും ചൂടുള്ള തീജ്വാലകളിൽ വെന്തുരുകി. അവർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വെറും ചാരമായി മാറി. അത് കണ്ടുനിന്ന ബാക്കിയുള്ള ലാനിസ്റ്റർ സൈനികർ ഭയന്നുവിറച്ച് മുട്ടുകുത്തി. റെഡ് കീപ്പിന്റെ ഇരുണ്ടതും തണുത്തതുമായ കൽച്ചുവരുകൾക്കിടയിലൂടെ വേഗത്തിൽ നടക്കുമ്പോഴും ജൈമയുടെ ഉള്ളിൽ യുദ്ധഭൂമിയിലെ ആ ഭീകരദൃശ്യങ്ങൾ മായാതെ നിൽപ്പുണ്ടായിരുന്നു. സെർസിയുടെ മുറിക്ക് മുന്നിലെത്തിയപ്പോൾ കൈബൺ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി വന്നു. മൈ ലോർഡ്, കൈബൺ തലകുനിച്ചു പറഞ്ഞു. ജൈമെ അവനെ നോക്കാതെ വേഗത്തിൽ സെർസിയുടെ മുറിയിലേക്ക് കയറി. സെർസി എഴുന്നേറ്റ് ജൈമയുടെ അടുത്തേക്ക് വന്നു. നമുക്ക് എത്ര സൈനികരെ നഷ്ടപ്പെട്ടു? സെർസി ചോദിച്ചു. ഞങ്ങൾ പൂർണ്ണമായ കണക്കെടുത്തിട്ടില്ല, ജൈമെ തളർന്ന സ്വരത്തിൽ പറഞ്ഞു. സൈന്യങ്ങളാണ് യുദ്ധങ്ങൾ ജയിക്കുന്നത്. നമ്മുടെ പക്കൽ ടൈറലിന്റെ സ്വർണമുണ്ട്. ഐറൺ ബാങ്ക് നമ്മുടെ പിന്നിലുണ്ട്. നമുക്ക് കൂലിപ്പട്ടാളത്തെ വാങ്ങാം, സെർസി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ജൈമെ ഇല്ലെന്ന് തലയാട്ടി. അവർ നമ്മുടെ സൈനികരെപ്പോലെയല്ല, പക്ഷേ നല്ല പ്രതിഫലം നൽകിയാൽ അവർ പോരാടും, തീർച്ചയായും പോരാടും, സെർസി പറഞ്ഞു. ഞാനിപ്പോൾ ദോത്രാക്കികൾ യുദ്ധം ചെയ്യുന്നത് കണ്ടതേയുള്ളൂ. അവർ ഏത് കൂലിപ്പട്ടാളത്തെയും തോൽപ്പിക്കും. ഞാൻ കണ്ടിട്ടുള്ള ഏത് സൈന്യത്തെയും അവർ തോൽപ്പിക്കും. നമ്മുടെ സൈനികരെ കൊല്ലുന്നത് അവർക്ക് യുദ്ധമായിരുന്നില്ല, അതൊരു വെറും വിനോദമായിരുന്നു. അവളുടെ ഡ്രാഗൺ ആയിരക്കണക്കിന് വണ്ടികൾ ചുട്ടരിച്ചു. കൈബണ്ണിന്റെ ആയുധം വലിയ കുന്തങ്ങളെയ്തു, പക്ഷേ അവളെയൊന്നും തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൾക്ക് അങ്ങനത്തെ 3 എണ്ണമുണ്ട്. ഈ യുദ്ധം നമുക്ക് ജയിക്കാനാവില്ല, ജൈമെ നടുക്കത്തോടെ പറഞ്ഞു. പിന്നെ നമ്മൾ എന്തു ചെയ്യണം? സമാധാനത്തിനായി കെഞ്ചണമെന്നാണോ? അവളുടെ അച്ഛന്റെ സിംഹാസനത്തിലാണ് ഞാനിരിക്കുന്നത്. നീ വഞ്ചിച്ചുകൊന്ന അവളുടെ അച്ഛന്റെ സിംഹാസനം. അവളുടെ മനസ്സിൽ അവളാണ് ജയിക്കുന്നത്. നമ്മളോട് അവൾ എന്ത് വിലപേശൽ നടത്തുമെന്നാണ് നീ കരുതുന്നത്? സെർസി ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു പറഞ്ഞു. ഒരുപക്ഷെ നമ്മുടെ അച്ഛനെയും മകനെയും കൊന്നതിന് പ്രായശ്ചിത്തമായി ടിരിയണിന് അവളോട് സംസാരിക്കാൻ കഴിഞ്ഞേക്കും, അവൾ പരിഹാസത്തോടെ പറഞ്ഞു. അവനല്ല, ജൈമെ പറഞ്ഞു. നീ ആ ക്രോസ്ബോ കണ്ടതാണ്. നീ അവന്റെ മൃതദേഹം കണ്ടതാണ്, സെർസി തറപ്പിച്ചു പറഞ്ഞു. ജൈമെ മുറിയുടെ മറ്റേ അറ്റത്ത് നിൽക്കുന്ന സെർസിയുടെ അടുത്തേക്ക് നടന്നു. ഞാൻ അച്ഛന്റെ കാര്യമല്ല പറയുന്നത്. ടിരിയൻ അല്ല ജോഫ്രിയെ കൊന്നത്. അവന് അതിൽ ഒരു പങ്കുമില്ല, ജൈമെ പറഞ്ഞു. ഇത്രയും കാലത്തിനു ശേഷവും അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു, സെർസി വിശ്വസിക്കാനാവാതെ പറഞ്ഞു. അത് ഒലന്നായിരുന്നു. മരിക്കുന്നതിനു മുൻപ് അവൾ കുറ്റസമ്മതം നടത്തി, ജൈമെ പറഞ്ഞു. നീ അവൾക്ക് കൊടുത്ത വിഷം കുടിക്കുന്നതിനു മുൻപോ അതോ ശേഷമോ? സെർസി ചോദിച്ചു. ശേഷം, ജൈമെ പറഞ്ഞു. എന്നിട്ട് നീ അവളെ വിശ്വസിച്ചോ? സെർസി ചോദിച്ചു. നീയാണ് ഒലന്നായെങ്കിൽ നിന്റെ കൊച്ചുമകളെ ജോഫ്രിയെയാണോ അതോ ടോമനെയാണോ വിവാഹം കഴിപ്പിക്കാൻ നീ ആഗ്രഹിക്കുക? ആരെയായിരിക്കും മാർജറിക്ക് കൂടുതൽ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയുക? ഏതു തീരുമാനമായിരിക്കും ഒലന്നായെ 7 കിങ്ഡംസിന്റെ യഥാർത്ഥ ഭരണാധികാരിയാക്കുക? അവൾ സത്യമാണ് പറഞ്ഞത്, ജൈമെ വിശദീകരിച്ചു പറഞ്ഞു. സെർസി കണ്ണുകൾ വെട്ടിച്ച് ഒരു കസേരയിലേക്കിരുന്നു. അവളുടെ ഉള്ളിലെ പ്രതികാരദാഹം ആളിക്കത്തി. ഞാൻ നിന്നെ കേൾക്കാൻ പാടില്ലായിരുന്നു. അവൾ നിലവിളിച്ചുകൊണ്ട് മരിക്കണമായിരുന്നു, സെർസി പറഞ്ഞു. അവൾ മരിച്ചു, അവളുടെ മകനെയും പേരക്കുട്ടികളെയും മുഴുവൻ കുടുംബത്തെയും പോലെ. ഈ യുദ്ധത്തിൽ നിന്ന് പുറത്തുകടക്കാൻ ഒരു വഴി കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളും അവരുടെ പിന്നാലെ പോകും, ജൈമെ മുന്നറിയിപ്പ് നൽകി പറഞ്ഞു. അതുകൊണ്ട് നാം പൊരുതി മരിക്കുകയോ കീഴടങ്ങി മരിക്കുകയോ ചെയ്യുക. എന്റെ തെരഞ്ഞെടുപ്പ് എനിക്കറിയാം.
ഒരു സൈനികൻ അവന്റേതും അറിഞ്ഞിരിക്കണം, സെർസി തണുത്ത സ്വരത്തിൽ പറഞ്ഞു. ഡ്രാഗൺ സ്റ്റോണിലെ കൂറ്റൻ പാറക്കെട്ടുകൾക്ക് മുകളിൽ സമുദ്രത്തിലേക്ക് നോക്കി ജോൺ നിശബ്ദനായി നിൽക്കുകയായിരുന്നു. തണുത്ത കടൽക്കാറ്റ് അവന്റെ മുഖത്തടിച്ചു. പെട്ടെന്ന് ആകാശത്തുനിന്നും കാതടപ്പിക്കുന്ന ഒരു ഗർജനം കേട്ടു. ഡ്രോഗോൺ തന്റെ പുറത്ത് ഡേനറിസിനെയും വഹിച്ച് പറന്നുവരികയായിരുന്നു. ജോണിന്റെ തൊട്ടടുത്ത് വന്നിറങ്ങിയ ആ കൂറ്റൻ ഡ്രാഗൺ അവന് നേരെ ചീറിയെടുത്തു. ഡ്രോഗോൺ അവനിലേക്കടുത്തു, വെറും ഇഞ്ചുകൾ മാത്രം അകലത്തിൽ. ജോൺ തന്റെ കയ്യുറ പതുക്കെ ഊരിമാറ്റി വിറയ്ക്കുന്ന കൈകൾ ആ ഭീകരജീവിയുടെ നേരെ നീട്ടി. അത്ഭുതകരമെന്ന് പറയട്ടെ, ഡ്രോഗോൺ തല താഴ്ത്തിക്കൊടുത്തു. ജോൺ അവനെ തൊട്ടു തലോടി. ഡേനറിസ് അത്ഭുതത്തോടെ അവരെ നോക്കി നിന്നു. അവൾ ഡ്രാഗണിന്റെ പുറത്തുനിന്നും താഴെയിറങ്ങി. ഡ്രോഗോൺ അവിടെ നിന്നും പറന്നകന്നു. അവറ്റകൾ മനോഹരമല്ലേ? ഡേനറിസ് ചോദിച്ചു. ഞാൻ ആലോചിച്ച വാക്ക് അതായിരുന്നില്ല, എന്നാലും അതെ. അതിമനോഹരമായ മൃഗങ്ങൾ, ജോൺ പറഞ്ഞു. എനിക്കവർ മൃഗങ്ങളല്ല. അവരെത്ര വലുതായാലും, മറ്റെല്ലാവർക്കും അവരെത്ര ഭയാനകരായാലും, അവർ എന്റെ മക്കളാണ്. ഡേനറിസ് ഡ്രാഗണുകളെ നോക്കി പറഞ്ഞു. നിങ്ങൾ പോയിട്ട് അധികനേരമായില്ലല്ലോ? ജോൺ വിഷയം മാറ്റി പറഞ്ഞു. അതെ, അവൾ അവന് നേരെ തിരിഞ്ഞു പറഞ്ഞു. എന്നിട്ട്? ജോൺ ചോദിച്ചു. ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞ ശത്രുക്കളെ എനിക്കുന്നുള്ളൂ, ഡേനറിസ് പറഞ്ഞു. ജോൺ മൗനം പാലിച്ചു. ആ വരികളിലെ ഇരുണ്ട അർത്ഥം അവന് മനസ്സിലായിരുന്നു. അവർ കോട്ടയിലേക്ക് നടക്കാൻ തുടങ്ങി. ബോൾട്ടന്മാരിൽ നിന്നും വിന്റർഫെൽ തിരിച്ചുപിടിക്കാൻ നിങ്ങളുടെ സൈന്യം എത്ര പേരെ കൊന്നു? അവൾ ചോദിച്ചു. 1000-ങ്ങളെ, ജോൺ പറഞ്ഞു. നമുക്കിരുവർക്കും ആളുകളെ സഹായിക്കണം എന്നുണ്ട്. അധികാരത്തിന്റെ ഒരു സ്ഥാനത്തുനിന്ന് മാത്രമേ നമുക്കതിന് കഴിയൂ. ചിലപ്പോൾ അധികാരം ഭയാനകമായിരിക്കും. നിങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ജനങ്ങൾക്കു വേണ്ടി നിങ്ങൾ ഹൃദയത്തിൽ ഒരു കത്തി ഏറ്റുവാങ്ങി എന്ന് ഡാവോസ് പറഞ്ഞു, ഡേനറിസ് പറഞ്ഞു. ഡാവോസ് അങ്ങനെ പലതും പറയും, ജോൺ പറഞ്ഞു. അതൊരു ആലങ്കാരിക പ്രയോഗമായിരുന്നു. അവൾ ചോദിച്ചു. ജോൺ മറുപടി പറഞ്ഞില്ല. അപ്പോഴേക്കും ദോത്രാക്കി കാവൽക്കാർ അവരുടെ അടുത്തേക്ക് വന്നു തങ്ങളുടെ ഭാഷയിൽ സംസാരിച്ചു. ഇവൻ നിങ്ങളുടെ സുഹൃത്താണെന്ന് പറയുന്നു, ഖാലീസി, കാവൽക്കാരൻ പറഞ്ഞു. കാവൽക്കാരൻ മാറി നിന്നപ്പോൾ ജോറഹ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൻ എന്റെ സുഹൃത്താണ്, ഡേനറിസ് സന്തോഷത്തോടെ പറഞ്ഞു. ജോറ മുട്ടുകുത്തി. യോർ ഗ്രേസ്, ജോണിനോട്. ഇതാണ് സേർ ജോറ, എന്റെ ഒരു പഴയ സുഹൃത്ത്, ഡേനറിസ് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ പിതാവിനൊപ്പം സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു മഹാനായിരുന്നു, ജോൺ പറഞ്ഞു. ജോറ തലയാട്ടി. നിന്നെ കാണാൻ നല്ല കരുത്തുണ്ട്. നീ മരുന്ന് കണ്ടുപിടിച്ചു? ഡേനറിസ് ചോദിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ഉണ്ടാകുമായിരുന്നില്ല. എന്റെ രാജ്ഞി, നിങ്ങൾക്കെന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ സേവനത്തിലേക്ക് തിരികെ വരുന്നു, ജോറ പറഞ്ഞു. അതെനിക്കൊരു ബഹുമതിയായിരിക്കും. ഇത്രയും പറഞ്ഞ് ഡേനറിസ് മുന്നോട്ട് വന്ന് ജോറഹയെ ആലിംഗനം ചെയ്തു. മഞ്ഞുമൂടിയ മരക്കൊമ്പുകളിൽ വിശ്രമിക്കുന്നു കുറേ കാക്കകൾ. പെട്ടെന്ന് ആ കാക്കകളുടെ കണ്ണുകൾ മരവിപ്പിക്കുന്ന വെള്ള നിറമായി മാറി. അവ കൂട്ടമായി പറന്നുയർന്ന് വിന്റർഫെല്ലിന് മുകളിലൂടെ അതിവേഗം പറന്നു. തണുത്തുറഞ്ഞ പാടങ്ങളും പർവ്വതങ്ങളും കടന്ന് അവ വോളിന്റെ അപ്പുറത്തേക്ക് പറന്നു. ദൂരെ ആയിരക്കണക്കിന് മരിച്ചവരുൾപ്പെടുന്ന ആ വലിയ സൈന്യം തെക്കോട്ട് മാർച്ച് ചെയ്യുന്നത് ആ കാക്കകൾ കണ്ടു. ഒരു കൂട്ടം കുതിരക്കാർക്കൊപ്പം നൈറ്റ് കിങ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. കാക്കകൾ അടുത്തേക്ക് വരുമ്പോൾ നൈറ്റ് കിങ് അവയെ തുറിച്ചുനോക്കി. ഭയന്ന കാക്കകൾ ചിതറി ഓടി രക്ഷപ്പെട്ടു. വിന്റർഫെല്ലിൽ വീർവുഡ് മരത്തിന് മുന്നിലിരിക്കുന്ന ബ്രാനിന്റെ കണ്ണുകൾ വെള്ള നിറത്തിൽ നിന്നും സാധാരണ നിലയിലായി. മാന്ത്രികമായ ആ യാത്രയിൽ നിന്നും അവൻ തിരികെ വന്നു. വോൾക്കൻ അവനരികിൽ ഉണ്ടായിരുന്നു. കാക്കകൾ. നമുക്ക് കാക്കകളെ അയക്കണം, ബ്രാൻ പറഞ്ഞു. വോൾക്കൻ തലയാട്ടി. സിറ്റാഡലിന്റെ വിശാലമായ കൗൺസിൽ മുറിയിൽ മാർവിനും മറ്റു മെസ്റ്റർമാരും ഇരിക്കുകയായിരുന്നു. മാർവിനിന്റെ കയ്യിൽ കാക്ക കൊണ്ടുവന്ന സന്ദേശമുണ്ടായിരുന്നു. സാം അങ്ങോട്ടേക്ക് പുസ്തകങ്ങളുടെ വലിയൊരു കൂമ്പാരവുമായി വന്നു. ഞാനിതിലൊന്നും വലിയ കാര്യം കാണുന്നില്ല. ശീതകാലം വരുമ്പോൾ ഇത്തരം ലോകാവസാന പ്രവചനങ്ങൾക്ക് യാതൊരു പഞ്ഞവുമുണ്ടാകില്ല, ഒരു മെസ്റ്റർ പറഞ്ഞു. എനിക്ക് വോൾക്കനെ ഓർമ്മയുണ്ട്. കുറച്ച് പേടിയുള്ളവനാണെങ്കിലും നല്ല ബുദ്ധിയുണ്ട്, മാർവിൻ പറഞ്ഞു. വടക്കുള്ള തണുപ്പ് പല മെസ്റ്റർമാരുടെയും ബുദ്ധിയെ മരവിപ്പിച്ചിട്ടുണ്ട്. അത് തണുപ്പാണോ മദ്യമാണോ അതോ അവരുടെ കൂട്ടുകെട്ടാണോ എന്നറിയില്ല. മെസ്റ്റർമാർ എല്ലാവരും ചിരിച്ചു. 3 കണ്ണുള്ള ഒരു കാക്കയുടെ മാന്ത്രിക സഹായത്തോടെ ഒരു വികലാംഗനായ പയ്യൻ മരിച്ചവരുടെ സൈന്യത്തെ കണ്ടുവത്രേ. സാം താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി തിരിഞ്ഞു നിന്നു. ഇത് കുറച്ചു കൂടുതലാണ്. എങ്കിലും നമ്മൾ, മാർവിൻ പറഞ്ഞു. ബ്രാൻഡൻ സ്റ്റാർക്ക്, ആ വികലാംഗനായ പയ്യൻ. സാം എല്ലാവരെയും നോക്കി പറഞ്ഞു. നിനക്കവനെ അറിയാമോ? മാർവിൻ ചോദിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അവനെ വോൾ കടത്തിവിട്ടതാണ്. അവൻ വോളിന്റെ അപ്പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടതാണ്, സാം പറഞ്ഞു. എന്നിട്ട്?
മാവിൻ ചോദിച്ചു. വേറെയാർക്കും കഴിയാതിരുന്നിട്ടും ഒരു വികലാംഗനായ പയ്യൻ വോളിന്റെ അപ്പുറം വർഷങ്ങളോളം ജീവിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൻ പറയുന്നത് നാം കേൾക്കേണ്ടതുണ്ട്, സാം പറഞ്ഞു. നിനക്ക് ബുദ്ധി ശരിയാകാൻ കുറച്ചുകൂടി എഴുത്തുജോലികൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, മറ്റൊരു മിസ്റ്റർ പരിഹസിച്ചു പറഞ്ഞു. വളരെ വിശദമായൊരു പദ്ധതി നിന്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു, മാർവിൻ പറഞ്ഞു. വെസ്റ്ററോസിൽ എല്ലാവർക്കും നിങ്ങളെ വിശ്വാസമാണ്. ഈ ഭീഷണി സത്യമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. എല്ലാ പ്രഭുക്കന്മാരോടും സൈന്യത്തെ വടക്കോട്ടയക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരനുസരിക്കും. ഇവിടുള്ള എല്ലാവരും ആ നീണ്ട രാത്രിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പരിശോധിച്ചാൽ മരിച്ചവരുടെ സൈന്യത്തെ തോൽപ്പിക്കാനുള്ള എന്തെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും, സാം ആവേശത്തോടെ അപേക്ഷിച്ചു പറഞ്ഞു. ഇത് ചെയ്യാവുന്നതാണ്. ഈ വാർത്ത സത്യവുമാകാം. പക്ഷേ ഒരുപക്ഷേ ഈ സന്ദേശം ഡ്രാഗൺ രാജ്ഞിയുടെ ഒരു തന്ത്രമാകാം, മാർവിൻ പറഞ്ഞു. മാന്ത്രിക കാക്കകളെക്കാളും എളുപ്പത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നത് അതാണ്, മറ്റൊരു മെസ്റ്റർ പറഞ്ഞു. ആർച്ച് മെസ്റ്റർ, ദയവായി ഇത് സത്യമാണ്. ഞാൻ കണ്ടതാണ്, സാം അപേക്ഷിച്ചു പറഞ്ഞു. നാം സത്യം കണ്ടെത്തും. തൽക്കാലം നീ പോകുക, മാർവിൻ നിർദ്ദേശിച്ചു പറഞ്ഞു. സാം നിരാശയോടെ അവിടെ നിന്നും പുറത്തുപോയി. മെസ്റ്റർമാർ പരസ്പരം തമാശകൾ പറഞ്ഞു ചിരിക്കാൻ തുടങ്ങി. മാർവിൻ ആ സന്ദേശം ചുരുട്ടി മേശപ്പുറത്തേക്കെറിഞ്ഞു. ഡ്രാഗൺ സ്റ്റോണിലെ ഇരുണ്ട സിംഹാസനമുറിയിൽ വാറിസും ടിരിയനും മാത്രം ഇരിക്കുകയായിരുന്നു. വാറിസിന്റെ കയ്യിൽ ഒരു സന്ദേശമുണ്ടായിരുന്നു. ആഴത്തിലുള്ള ചിന്തകൾ ആ മുറിയിൽ കനത്തുനിന്നു. എല്ലാ ഭരണാധികാരികളും ആളുകൾ മുട്ടുകുത്തണമെന്ന് ആഗ്രഹിക്കും. അതുകൊണ്ടാണ് അവർ ഭരണാധികാരികളായത്. അവൾ ടാർലിക്ക് ഒരു തെരഞ്ഞെടുപ്പ് നൽകി. ഇതിൽ കൂടുതൽ അവൾക്കെന്ത് ചെയ്യാൻ കഴിയും? ടിരിയൻ ചോദിച്ചു. അവനെയും മകനെയും ജീവനോടെ ചുട്ടരിക്കാതിരിക്കാമായിരുന്നു, വാറിസ് പറഞ്ഞു. ഞാൻ അവളുടെ മന്ത്രിയാണ്, അല്ലാതെ അവളുടെ തലച്ചോറല്ല. എനിക്ക് അവൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല, ടിരിയൻ പറഞ്ഞു. അവളുടെ പിതാവിന്റെ കാലത്ത് ഞാനും എന്നോട് തന്നെ പറഞ്ഞിരുന്നത് ഇതാണ്. ഞാൻ രാജ്യദ്രോഹികളെ കണ്ടെത്തിക്കൊടുത്തു, പക്ഷേ ഞാൻ അവരെ ജീവനോടെ ചുട്ടരിച്ചില്ലല്ലോ എന്ന്. അവർ നിലവിളിക്കുമ്പോഴും കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം ഈ മുറിയിൽ നിറയുമ്പോഴും ഞാനത് ചെയ്യുന്നില്ലല്ലോ എന്ന് സ്വയം വിശ്വസിപ്പിച്ചു. വാറിസ് ടിരിയന്റെ കയ്യിൽ നിന്നും വീഞ്ഞു വാങ്ങിക്കുടിച്ചുകൊണ്ട് പറഞ്ഞു. ഡെനരീസ് അവളുടെ അച്ഛനല്ല, ടിരിയൻ പറഞ്ഞു. ശരിയായ ഉപദേശം ലഭിച്ചാൽ അവൾ ഒരിക്കലും അങ്ങനെ ആകുകയുമില്ല. അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നീ ഒരു വഴി കണ്ടെത്തണം, വാരിസ് പറഞ്ഞു. അതിലെന്താണ്? ടിരിയൻ ചോദിച്ചു. നല്ലതൊന്നുമല്ല, വാരിസ് പറഞ്ഞു. ഭൂപടമുള്ള മുറിയിൽ ഡെനരീസ്, വാരിസ്, ടിരിയൻ, ജോറ, ഡാവോസ്, ജോൺ എന്നിവർ നിന്നു. ജോൺ ആ സന്ദേശം വായിക്കുകയായിരുന്നു. ആര്യ മരിച്ചെന്നാണ് ഞാൻ കരുതിയത്, ജോൺ പറഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടി സന്തോഷിക്കുന്നു. പക്ഷേ നിന്നെ കണ്ടിട്ട് സന്തോഷമുള്ളതായി തോന്നുന്നില്ല, ഡെനേരിസ് പറഞ്ഞു. ബ്രാൻ നൈറ്റ് കിങ്ങിനെയും അവന്റെ സൈന്യത്തെയും കണ്ടു. അവർ ഈസ്റ്റ് വാച്ചിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. അവർ വാൾ കടന്നാൽ. ജോൺ ഭയത്തോടെ പറഞ്ഞു. വാൾ ആയിരക്കണക്കിന് വർഷങ്ങളായി അവരെ തടഞ്ഞു നിർത്തുന്നുണ്ടല്ലോ, വാരീസ് പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോകണം, ജോൺ ഇടപെട്ടു പറഞ്ഞു. നിനക്ക് മതിയായ സൈനികരില്ലെന്ന് നീ തന്നെ പറഞ്ഞില്ലേ, ഡെനേരിസ് ചോദിച്ചു. ഉള്ളവരെ വെച്ച് ഞങ്ങൾ പോരാടും. നിങ്ങൾ കൂടെ വരുന്നില്ലെങ്കിൽ, ജോൺ പറഞ്ഞു. എന്നിട്ട് രാജ്യം സെർസിക്ക് കൊടുക്കാനോ? ഞാൻ പോയാലുടൻ അവൾ ഇങ്ങോട്ട് വരും, ഡെനേരിസ് പറഞ്ഞു. മരിച്ചവരുടെ സൈന്യം കുട്ടികളെ പേടിപ്പിക്കാനുള്ള വെറുമൊരു കഥയാണെന്നാണ് സെർസി കരുതുന്നത്. അവൾ തെറ്റാണെന്ന് നമ്മൾ തെളിയിച്ചാലോ? ടിരിയൻ ചോദിച്ചു. ഞാൻ ക്ഷണിച്ചാൽ അവൾ വന്ന് മരിച്ചവരെ കാണുമെന്ന് തോന്നുന്നില്ല, ജോൺ പറഞ്ഞു. അതുകൊണ്ട് മരിച്ചവരെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകുക, ടിരിയൻ നടന്നുകൊണ്ട് പറഞ്ഞു. നമ്മൾ ഒഴിവാക്കാൻ നോക്കുന്നതും അതല്ലേ, ഡെനേരിസ് ചോദിച്ചു. മുഴുവൻ സൈന്യത്തെയും കൊണ്ടുപോകേണ്ടതില്ല, ഒരൊറ്റ സൈനികനെ മാത്രം, ടിരിയൻ പറഞ്ഞു. അത് സാധ്യമാണോ? ഡാവോസ് ജോണിനോട് ചോദിച്ചു. ഞാൻ ആദ്യമായി കണ്ട മരിച്ച സൈനികനെ വോളിന്റെ അപ്പുറത്തുനിന്നാണ് കാസിൽ ബ്ലാക്കിലേക്ക് കൊണ്ടുവന്നത്, ജോൺ പറഞ്ഞു. അതിൽ ഒരെണ്ണത്തിനെ കിങ്സ് ലാൻഡിംഗിലേക്ക് കൊണ്ടുവന്ന് അവൾക്ക് സത്യം കാണിച്ചു കൊടുക്കുക, ടിരിയൻ പറഞ്ഞു. കിങ്സ് ലാൻഡിംഗിൽ കയറിയാൽ അപ്പോൾ തന്നെ അവൾ നമ്മളെ കൊല്ലില്ലെന്ന് എന്താണുറപ്പ്? വാരിസ് ചോദിച്ചു. അവൾ ജൈമയെ മാത്രമേ കേൾക്കൂ. അവൻ എന്നെ കേൾക്കാൻ സാധ്യതയുണ്ട്, ടിരിയൻ പറഞ്ഞു. കിങ്സ് ലാൻഡിംഗിലേക്ക് നീ എങ്ങനെ കടക്കും? ഡെനേരീസ് ചോദിച്ചു. എല്ലാവരും ഡാവോസിനെ നോക്കി. എനിക്ക് നിങ്ങളെ അവിടെ രഹസ്യമായി എത്തിക്കാൻ കഴിയും. എന്നാൽ കാവൽക്കാർ പിടിച്ചാൽ ഞാനൊരു പോരാളിയല്ലെന്ന് മുന്നറിയിപ്പ് നൽകുന്നു, ഡാവോസ് പറഞ്ഞു. മരിച്ചവരിൽ ഒരാളില്ലാതെ ഇതൊന്നും നടക്കില്ല, ഡെനേരീസ് ഓർമ്മിപ്പിച്ചു പറഞ്ഞു. അതെങ്ങനെ പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? വാരിസ് ചോദിച്ചു. കുറച്ചുനേരത്തെ മൗനത്തിനുശേഷം ജോറാഹ് പറഞ്ഞു. രാജ്ഞിയുടെ അനുമതിയോടെ ഞാൻ വടക്കോട്ടു പോയി ഒന്നിനെ പിടിച്ചുകൊണ്ടുവരാം. നിങ്ങളുടെ സേവനത്തിന് ഒരവസരം നൽകൂ, അവൻ പറഞ്ഞു. ഫ്രീ ഫോക്ക് നമ്മളെ സഹായിക്കും. അവർക്കാണ് വടക്ക് നന്നായി അറിയാവുന്നത്. എന്നാൽ അവർ സർ ജോറഹയെ അനുസരിക്കില്ല. അവരോട് പൊരുതിയതും അവരെ അറിയാവുന്നതും എനിക്ക് മാത്രമാണ്, ജോൺ പറഞ്ഞു. ഞാൻ നിനക്ക് പോകാൻ അനുവാദം നൽകിയിട്ടില്ല, ഡെനേരീസ് തറപ്പിച്ചു പറഞ്ഞു. ബഹുമാനത്തോടെ പറയട്ടെ, യോർ ഗ്രേസ്, എനിക്ക് നിങ്ങളുടെ അനുവാദം ആവശ്യമില്ല. ഞാനൊരു രാജാവാണ്. നിങ്ങൾക്കെന്നെ കൊല്ലാൻ കഴിയുമെന്നറിഞ്ഞിട്ടും എന്റെ ജനങ്ങൾക്കു വേണ്ടി ഞാനൊരു അപരിചിതയെ വിശ്വസിച്ച് ഇവിടെ വന്നു. ഇപ്പോൾ ഞങ്ങളുടെ മികച്ച ജീവനുവേണ്ടി ഞാൻ നിങ്ങളോട് ഞങ്ങളെ വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നു, ജോൺ ദൃഢമായി അപേക്ഷിച്ചു പറഞ്ഞു. ആ വാക്കുകളിലെ ആത്മാർത്ഥത കണ്ട് ഡെനേരീസ് സമ്മതത്തോടെ തലയാട്ടി. വിന്റർഫെല്ലിലെ വിശാലമായ ഹാളിൽ വടക്കൻ പ്രഭുക്കന്മാരായ റോബർട്ട്, യോൺ, ലാന എന്നിവർ സൻസായോട് പരാതി പറയുകയായിരുന്നു. ആര്യ ഒളിച്ചുനിന്ന് ഇത് കേട്ടു. ജോൺ ഇവിടെ നിൽക്കേണ്ടതായിരുന്നു.
ഞങ്ങളല്ല നിങ്ങളെ തിരഞ്ഞെടുത്തത് മൈ ലേഡി, പക്ഷെ ഒരുപക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യണമായിരുന്നു, റോബർട്ട് പറഞ്ഞു. എല്ലാവരും അത് ശരിവച്ചു. യോൺ എഴുന്നേറ്റുനിന്ന് സംസാരിച്ചു. നിങ്ങൾ വളരെ ദയയുള്ളവരാണ്, പക്ഷെ ജോൺ ആണ് നമ്മുടെ രാജാവ്. അവന് ശരിയെന്ന് തോന്നുന്നതാണ് അവൻ ചെയ്യുന്നത്, സൻസ പറഞ്ഞു. പിന്നീട് ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ സൻസായും ആര്യായും സംസാരിച്ചു. അച്ഛന്റെയും അമ്മയുടെയും പഴയ മുറിയിലെത്തിയപ്പോൾ അവരുടെ ഇടയിലെ വിടവ് കൂടുതൽ വ്യക്തമായി. അവർ ജോണിനെ അപമാനിച്ചപ്പോൾ നീ വെറുതെ ഇരുന്നു കേട്ടു, ആര്യ കുറ്റപ്പെടുത്തി പറഞ്ഞു. ഞാൻ അവരുടെ പരാതികൾ കേട്ടു, അതെന്റെ ചുമതലയാണ്, സൻസ പറഞ്ഞു. അവരുടെ അഭിപ്രായങ്ങൾ നിനക്ക് അത്ര പ്രധാനമാണോ? ആര്യ ചോദിച്ചു. ഗ്ലവറിന് 500 ആളുകളുണ്ട്, റോയ്സിന് 2000. അവരെ വെറുപ്പിച്ചാൽ ജോണിന് അവന്റെ സൈന്യത്തെ നഷ്ടപ്പെടും, സൻസ പറഞ്ഞു. അവർക്ക് അവരുടെ തലകൾ ആദ്യം നഷ്ടപ്പെട്ടില്ലെങ്കിൽ, ആര്യ പറഞ്ഞു. തലവെട്ടുന്നത് വളരെ എളുപ്പമുള്ള കാര്യമായിരിക്കാം, പക്ഷേ ആളുകളെ ഒന്നിപ്പിക്കേണ്ടത് അങ്ങനെയല്ല, സൻസ പറഞ്ഞു. ജോൺ തിരിച്ചു വന്നില്ലെങ്കിൽ നിനക്ക് ശരിക്കും വേണ്ടത് നേടാൻ അവരുടെ പിന്തുണ നിനക്ക് ആവശ്യമാണ്, ആര്യ കുറ്റപ്പെടുത്തി പറഞ്ഞു. എങ്ങനെ നിനക്കിതൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു? സൻസ കോപത്തോടെ ചോദിച്ചു. നീ ഇപ്പോൾ അതുതന്നെയാണ് ചിന്തിക്കുന്നത്, ആര്യ പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നുപോയി. ഡാവോസും ടിരിയണും കിങ്സ് ലാൻഡിങ്ങിലെ കടൽത്തീരത്ത് രഹസ്യമായി വന്നിറങ്ങി. അവസാനമായി ഞാനിവിടെ വന്നപ്പോഴാണ് എന്റെ അച്ഛനെ ഞാൻ കൊന്നത്, ടിരിയൻ ഓർത്തു പറഞ്ഞു. അവസാനമായി ഞാനിവിടെ വന്നപ്പോഴാണ് എന്റെ മകനെ നീ കൊന്നത്, ഡാവോസ് തിരികെ പറഞ്ഞു. റെഡ് കീപ്പിലെ ഇരുണ്ട ഭൂഗർഭ അറയിൽ പടുകൂറ്റൻ ഡ്രാഗൺ തലയോട്ടികൾക്ക് മുൻപിൽ ബ്രോണും ജെയ്മയും പരിശീലനം നടത്തുകയായിരുന്നു. നമുക്കിതിന് സമയമില്ല, നമ്മൾ യുദ്ധത്തിന് തയ്യാറെടുക്കണം. ദോത്രക്കികൾ വരുന്നുണ്ട്, ജെയ്മെ പറഞ്ഞു. അപ്പോഴാണ് ഇരുട്ടിൽ നിന്നും ടിരിയൻ മുന്നോട്ട് വന്നത്. ബ്രോൺ അവിടെ നിന്നും തിരിഞ്ഞു നടന്നുപോയി. സഹോദരങ്ങൾ വർഷങ്ങൾക്കു ശേഷം പരസ്പരം മുഖാമുഖം നിന്നു. എനിക്ക് നിന്നെ കാണണമായിരുന്നു. നീ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു, ടിരിയൻ പറഞ്ഞു. ജെയ്മെ ദേഷ്യത്തോടെ അവനെ നോക്കി നിന്നു. ഞാൻ ബ്രോണിനോട് പറഞ്ഞിരുന്നു, നിന്നെ വീണ്ടും കണ്ടാൽ ഞാൻ നിന്നെ വെട്ടി 2 കഷ്ണമാക്കുമെന്ന്, ജെയ്മെ പറഞ്ഞു. ഇതുവെച്ച് അതിനു കുറേ സമയമെടുക്കും. ജെയ്മയുടെ കയ്യിലെ പരിശീലന വാളിലേക്ക് നോക്കി ടിരിയൻ പറഞ്ഞു. അച്ഛനെ കൊന്നതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് എനിക്കറിയാം, പക്ഷെ അദ്ദേഹം എന്നെ വധിക്കാൻ തീരുമാനിച്ചിരുന്നു. ഞാൻ നിരപരാധിയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഡെനറിസ് ഈ യുദ്ധം ജയിക്കും. അവൾ സമാധാനത്തിന് തയ്യാറാണ്. നിനക്ക് സെർസി മുട്ടുകുത്തണമെങ്കിൽ നീ തന്നെ അവളോട് പോയി ചോദിക്ക്, ജെയ്മെ പറഞ്ഞു. എനിക്കവൾ മുട്ടുകുത്തണ്ട. ഡെനറിസിനും തൽക്കാലം അത് വേണ്ട. അവൾക്ക് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരാവശ്യമുണ്ട്, ടിരിയൻ പറഞ്ഞു. ഫ്ലീ ബോട്ടമിലെ തിരക്കേറിയ ആയുധപ്പുരയിൽ ഡാവോസ് റോബർട്ട് ബെറാത്യോണിന്റെ മകനായ ജെൻട്രിയെ കണ്ടെത്തി. ഇരുമ്പിൽ ചുറ്റിക കൊണ്ട് ആഞ്ഞടിക്കുന്ന ശബ്ദം അവിടെ മുഴങ്ങി. നീ ഇപ്പോഴും തുഴയുകയാണെന്നാണ് ഞാൻ കരുതിയത്, ഡാവോസ് ചിരിച്ചു പറഞ്ഞു. ജെൻട്രി ഒരു കൂറ്റൻ ചുറ്റികയുമായി അവനോടൊപ്പം പോകാൻ തയ്യാറായി. അവർ കടൽത്തീരത്തെത്തിയപ്പോൾ 2 ഗോൾഡ് ക്ലോക്സ് അവരെ തടഞ്ഞു. ഡാവോസ് അവർക്ക് പണം നൽകി ഒഴിവാക്കാൻ ശ്രമിച്ചു. പുളിപ്പിച്ച ഞണ്ടിന്റെ ഇറച്ചി കൊടുത്ത് അവരെ പറഞ്ഞുവിടാൻ നോക്കി. എന്നാൽ ടിരിയനെ കണ്ടപ്പോൾ കാവൽക്കാർക്ക് സംശയം തോന്നി. അവർ ടിരിയന്റെ അടുത്തേക്ക് നടന്നു. കാവൽക്കാർ കുഴപ്പമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ ജെൻട്രി തന്റെ കൂറ്റൻ ചുറ്റിക കൊണ്ട് അതിവേഗം അവർ 2 പേരെയും അടിച്ചുവീഴ്ത്തി. ഇത് ജെൻട്രി, ഡാവോസ് ടിരിയനോട് പറഞ്ഞു. അവർ വേഗത്തിൽ ബോട്ട് വെള്ളത്തിലേക്ക് തള്ളിയിറക്കി. സെർസെയുടെ മുറിയിൽ ജെയ്മെ കയറിവന്നു. ഞാൻ ടിരിയനെ കണ്ടു, ജെയ്മെ പറഞ്ഞു. സെർസെയ് ഒട്ടും അത്ഭുതപ്പെടാതെ ചോദിച്ചു, നമ്മുടെ സഹോദരൻ എന്താണ് പറഞ്ഞത്? ഡെനേറിസിന് സമാധാന ചർച്ച നടത്തണമെന്ന്. മരിച്ചവരുടെ ഒരു വലിയ സൈന്യം വരുന്നുണ്ടെന്ന് ടിരിയൻ പറയുന്നു, ജെയ്മെ പറഞ്ഞു. നമ്മൾ അവളെ തോൽപ്പിക്കണമെങ്കിൽ അച്ഛനെപ്പോലെ ചിന്തിക്കണം, സെർസെയ് തന്റെ വയറ്റിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ജെയ്മെ മുന്നോട്ടു വന്ന് അവളെ ചുംബിച്ചു. ഇനിയൊരിക്കലും എന്നെ വഞ്ചിക്കരുത്, അവൾ മന്ത്രിച്ചു പറഞ്ഞു. ഡ്രാഗൺ സ്റ്റോണിലെ ഗുഹയ്ക്കരികിൽ വെച്ച് ജോണും ജെൻട്രിയും പരസ്പരം കണ്ടുമുട്ടി. ഞാൻ ജെൻട്രി, റോബർട്ട് ബെറാത്യനിന്റെ മകൻ. അവിഹിതപുത്രൻ ജെൻട്രി ഒട്ടും ഭയമില്ലാതെ പറഞ്ഞു. ഞാൻ നിന്റെ പിതാവിനെ കണ്ടിട്ടുണ്ട്, ജോൺ പറഞ്ഞു. നിങ്ങളുടെ യുദ്ധത്തിൽ എന്നെയും ഒപ്പം കൂട്ടുക. എനിക്ക് വാൾ ഉപയോഗിക്കാൻ അറിയില്ല, പക്ഷേ ഈ ചുറ്റിക ഞാൻ നന്നായി ഉപയോഗിക്കും, ജെൻട്രി പറഞ്ഞു. ജോൺ അവനെ ഒപ്പം കൂട്ടി. കടൽത്തീരത്ത് അവർ യാത്ര തിരിക്കാൻ തയ്യാറായി. ടിരിയൻ ജോറയ്ക്ക് അയാൾക്ക് പണ്ട് കിട്ടിയ സ്വർണ്ണ നാണയം തിരികെ നൽകി ആശംസിച്ചു. ഡെനേറിസ് വന്ന് ജോറയുടെ കൈകൾ പിടിച്ചു. ജോറ അവളുടെ കൈയിൽ ചുംബിച്ചു. ഞാൻ തിരികെ വന്നില്ലെങ്കിൽ വടക്കിന്റെ രാജാവിനെ സഹിക്കുന്നതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം കിട്ടും, ജോൺ ചിരിച്ചുകൊണ്ട് ഡെനേറിസിനോട് പറഞ്ഞു. അവനെ എനിക്കിപ്പോൾ ശീലമായി, ഡെനേറിസ് പുഞ്ചിരിച്ചു പറഞ്ഞു. രാത്രിയുടെ നിശബ്ദതയിൽ സിറ്റാഡലിൽ സാം പുസ്തകങ്ങൾ പകർത്തിയെഴുതുകയായിരുന്നു. ഗില്ലി കുറെ അപ്രധാനമായ കണക്കുകൾ വായിക്കുന്നത് കേട്ട് അവന് ദേഷ്യം വന്നു. യഥാർത്ഥ ശത്രുവിനെ തോൽപ്പിക്കാനുള്ള അറിവുകൾ ആ ലൈബ്രറിയിൽ പൊടിപിടിച്ചു കിടക്കുമ്പോൾ താൻ ഈ ഉപയോഗശൂന്യമായ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നത് അവനെ അസ്വസ്ഥനാക്കി. അവൻ നേരെ വലിയ ലൈബ്രറിയിലേക്ക് പോയി വിലക്കപ്പെട്ട ഭാഗത്തുനിന്നും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ മോഷ്ടിച്ചു. ഗില്ലിയെയും കുഞ്ഞിനെയും കൂട്ടി അവൻ ആ രാത്രി തന്നെ അവിടം വിട്ടു. വിന്റർഫെല്ലിൽ ആര്യ രഹസ്യമായി ബെലിഷിനെ പിന്തുടരുകയായിരുന്നു. അവൻ ആരുമറിയാതെ ചില സന്ദേശങ്ങൾ കൈമാറുന്നത് അവൾ കണ്ടു. ഒടുവിൽ അവൻ തന്റെ മുറിയിൽ കയറി ഒരു സന്ദേശം ഒളിപ്പിച്ചുവച്ച് പുറത്തുപോയപ്പോൾ ആര്യ ആ മുറിയിൽ കയറി അത് കണ്ടെടുത്തു.
ഹൃദയമിടിപ്പോടെ അവൾ ആ ചുരുൾ നിവർത്തി വായിച്ചു. റോബ്, കനത്ത ഹൃദയത്തോടെയാണ് ഞാനിതെഴുതുന്നത്. കാട്ടുപന്നിയെ വേട്ടയാടുന്നതിനിടെ ഏറ്റ മുറിവുകളാൽ നമ്മുടെ നല്ലവനായ രാജാവ് റോബർട്ട് മരണപ്പെട്ടു. അച്ഛന്റെ മേൽ രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ജോഫ്രിക്കെതിരെ റോബർട്ടിന്റെ സഹോദരന്മാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയും അവന്റെ സിംഹാസനം മോഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് കുറ്റം. ലാനിസ്റ്റർ കുടുംബം എന്നോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ നൽകുന്നുണ്ട്. ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, കിങ്സ് ലാൻഡിംഗിലേക്ക് വരിക. കിങ് ജോഫ്രിയോട് കൂറു പ്രഖ്യാപിക്കുക. ലാനിസ്റ്റർ, സ്റ്റാർക്ക് എന്നീ മഹത്തായ കുടുംബങ്ങൾ തമ്മിലുള്ള പോരാട്ടം ഒഴിവാക്കുക. നിന്റെ വിശ്വസ്തയായ സഹോദരി സാൻസ. ആ വരികൾ വായിച്ചതും ആര്യയുടെ കണ്ണുകളിൽ കോപം നിറഞ്ഞു. അവൾ ആ കത്ത് പഴയതുപോലെ ചുരുട്ടിവെച്ച് മുറിക്കു പുറത്തിറങ്ങി. വാതിൽ ഭദ്രമായി പൂട്ടി അവൾ അവിടെ നിന്നും വേഗത്തിൽ ഓടിമറഞ്ഞു. എന്നാൽ അവൾ പോയതിനുശേഷം ഇരുണ്ട കോണിൽ നിന്നും ബെലിഷ് പുറത്തുവന്നു. അവന്റെ ചുണ്ടുകളിൽ വിജയത്തിന്റെ ഒരു ക്രൂരമായ പുഞ്ചിരി തങ്ങിനിൽപ്പുണ്ടായിരുന്നു. ഇതെല്ലാം അവൻ അവൾക്കുവേണ്ടി ഒരുക്കിയ കെണിയായിരുന്നു. മരവിപ്പിക്കുന്ന കാറ്റടിക്കുന്ന ഈസ്റ്റ് വാച്ചിന്റെ തീരത്ത് ജോണും സംഘവും വന്നിറങ്ങി. മാനമുട്ടേ നിൽക്കുന്ന ആ മഞ്ഞുകോട്ടയെ നോക്കി ഒരു നിമിഷം അവൻ നിന്നു. വരാനിരിക്കുന്ന വലിയ വിപത്തിനെക്കുറിച്ചുള്ള ഭയം ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞുനിന്നു. തങ്ങളുടെ ആയുധങ്ങളും ഭാരങ്ങളുമെടുത്ത് അവർ കോട്ടയ്ക്കുള്ളിലേക്ക് നടന്നു. കോട്ടയുടെ വലിയ ഹാളിൽ മങ്ങിയ വെളിച്ചമുള്ള ഒരു മേശയ്ക്കു ചുറ്റും ടോർമണ്ട്, ജോൺ, ഡാവോസ്, ജെൻട്രി, ജോറ എന്നിവർ ഇരിക്കുകയായിരുന്നു. പുറത്തെ മരവിപ്പിക്കുന്ന തണുപ്പ് ആ മുറിക്കുള്ളിലും അനുഭവപ്പെട്ടിരുന്നു. ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങളിൽ നിന്നും ഇവനെ പിന്തിരിപ്പിക്കുക എന്നതല്ലേ നിന്റെ ജോലി? അവിശ്വസനീയതയോടെ ടോർമണ്ട് ഡാവോസിനോട് ചോദിച്ചു. അടുത്തിടെയായി ആ ജോലിയിൽ ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഡാവോസ് പറഞ്ഞു. നീ എത്ര പേരെ കൊണ്ടുവന്നു? ടോർമണ്ട് ചോദിച്ചു. ജോൺ ആ മേശയ്ക്കു ചുറ്റും നോക്കി. വളരെ ചുരുക്കം ചിലർ മാത്രം. ആവശ്യത്തിന് ആളുകളില്ല, ജോൺ പറഞ്ഞു. ടോർമണ്ടിന്റെ മുഖത്ത് കടുത്ത നിരാശ പടർന്നു. നിങ്ങളുടെ കുറച്ചു ആളുകൾ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ കരുതി, ജോറ പറഞ്ഞു. ഞാനിവിടെ നിൽക്കുകയാണ്. അവിടെ വന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ഭാരമാകുമെന്നോ നിങ്ങൾക്കറിയാമല്ലോ, ഡാവോസ് പറഞ്ഞു. ടോർമണ്ട് അത് ശരിവച്ചുകൊണ്ട് തലയാട്ടി. അതെ, നീ ഒരു ഭാരമാണ്, ടോർമണ്ട് പറഞ്ഞു. അവൻ ജോണിന്റെ നേരെ തിരിഞ്ഞു. അവന്റെ കണ്ണുകളിൽ തന്റെ സുഹൃത്തിനോടുള്ള ഉത്കണ്ഠയുണ്ടായിരുന്നു. നിനക്ക് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകണോ? അവൻ ചോദിച്ചു. ജോൺ ദൃഢനിശ്ചയത്തോടെ സമ്മതത്തോടെ തലയാട്ടി. നിങ്ങൾ മാത്രമല്ല പോകാൻ നിൽക്കുന്നത്, ടോർമണ്ട് പറഞ്ഞു. ഇരുണ്ടതും തണുത്തുറഞ്ഞതുമായ തടവറകളിലേക്ക് ടോർമണ്ട് അവരെ നയിച്ചു. പന്തങ്ങളുടെ മങ്ങിയ വെളിച്ചത്തിൽ ആ കൽച്ചുവരുകൾ കൂടുതൽ ഭയാനകമായി തോന്നി. എന്റെ ആളുകൾ ഇവരെ വോളിനൊരു മൈൽ ഇപ്പുറത്തുനിന്നും പിടികൂടിയതാണ്. ഇങ്ങോട്ടേക്ക് വരികയായിരുന്നുവെന്നാണ് അവർ പറഞ്ഞത്, ടോർമണ്ട് പറഞ്ഞു. അവർ ആ ഇരുമ്പഴികൾക്കുള്ളിലേക്ക് നോക്കി. അവിടെ സാൻഡോർ ക്ലഗെയിൻ, തോറോസ് ഓഫ് മൈർ, ബെരിക് ഡോണ്ടേരിയൻ എന്നിവരുണ്ടായിരുന്നു. ഞാൻ നിന്നെ ഒരിക്കൽ വിന്റർഫെല്ലിൽ വെച്ച് കണ്ടിട്ടുണ്ട്, ജോൺ പറഞ്ഞു. സാൻഡോർ തന്റെ പുതപ്പ് ശരീരത്തോട് ചേർത്തുകൊണ്ട് അവൻ കിടന്നിരുന്ന മേശപ്പുറത്ത് നിന്നെഴുന്നേറ്റു. ഇവർക്കും വോളിനപ്പുറത്തേക്ക് പോകണം, ടോർമണ്ട് പറഞ്ഞു. ഞങ്ങൾക്ക് പോകണം എന്നല്ല, ഞങ്ങൾക്ക് പോയേ തീരൂ. വലിയൊരു യുദ്ധം വരുന്നുണ്ടെന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബെരിക് അസാധാരണമായ ഒരു ശാന്തതയോടെ പറഞ്ഞു. അവരെ വിശ്വസിക്കരുത്, അവരിൽ ആരെയും വിശ്വസിക്കരുത്, ജെൻട്രി ദേഷ്യത്തോടെ പറഞ്ഞു. എല്ലാവരും ജെൻട്രിയെ നോക്കി. അവൻ അഴികൾക്കരികിലേക്ക് നടന്നു. അവന്റെ കണ്ണുകളിൽ പഴയ ഓർമ്മകളുടെ കനൽ എരിയുന്നുണ്ടായിരുന്നു. അവർ ബ്രദർഹുഡാണ്. എന്നെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു റെഡ് വിച്ചിന് വിൽക്കുകയാണ് ഇവർ അവസാനം ചെയ്തത്, ജെൻട്രി പറഞ്ഞു. തോറോസ്, ഇരുണ്ട കോണിലിരുന്ന അവനെ നോക്കി ജോറാഹ വിളിച്ചു. ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞില്ല, ജോറ പറഞ്ഞു. സർ ജോറ മോർമോണ്ട്, തോറോസ് പകുതിക്ക് നിർത്തി. ടോർമണ്ട് പെട്ടെന്ന് ദേഷ്യത്തോടെ ജോറാഹയെ നോക്കി. നീയൊരു മോർമണ്ടാണോ? അവസാനത്തെ ലോർഡ് കമാൻഡറിനെ പോലെ, ടോർമണ്ട് ചോദിച്ചു. അദ്ദേഹം എന്റെ പിതാവായിരുന്നു, ജോറ പറഞ്ഞു. അവൻ ഞങ്ങളെ മൃഗങ്ങളെപ്പോലെ വേട്ടയാടിയിരുന്നു. പഴയ മുറിവുകൾ ഓർത്തുകൊണ്ട് ടോമുണ്ട് പറഞ്ഞു. നിങ്ങളും അതുതന്നെ തിരിച്ചും ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ, ജോറ വിട്ടുകൊടുക്കാതെ പറഞ്ഞു. നമ്മളെല്ലാവരും ലോകത്തിന്റെ ഈ അറ്റത്ത് ഒരേ സമയം ഒരേ ദിശയിലേക്ക് ഒരേ ലക്ഷ്യത്തോടെ വന്നെത്തിയിരിക്കുകയാണ്, ബെരിക് തത്വചിന്താപരമായി പറഞ്ഞു. ഞങ്ങളുടെ കാരണങ്ങൾ നിങ്ങളുടെ കാരണങ്ങളല്ല, ഡാവോസ് പറഞ്ഞു. നമ്മുടെ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, ബെരിക് എഴുന്നേറ്റ് അഴികൾക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഇവിടെ വലിയൊരു ലക്ഷ്യമാണ് നടപ്പിലാകുന്നത്. നാം അതറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോയേക്കാം, പക്ഷെ ലോർഡ് ഓഫ് ലൈറ്റ്. ബെരിക്കിന്റെ വാക്കുകൾ മുഴുവനാക്കുന്നതിനു മുൻപ് സാൻഡോർ ദേഷ്യത്തോടെ ഇടപെട്ടു. ദൈവത്തിന്റെ പേരിലാണെങ്കിലും നീ ആ വായൊന്ന് അടയ്ക്കുന്നുണ്ടോ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? സാൻഡോർ ദേഷ്യത്തോടെ ചോദിച്ചു. ടോർമൺ തടവറയുടെ താക്കോൽ ജോണിന് നേരെ നീട്ടി. ജോൺ ആ വാതിൽ തുറന്ന് അവരെ പുറത്തിറക്കി. കാവൽക്കാരുടെ വലിയ മരവാതിൽ പതിയെ തുറക്കപ്പെട്ടു. ടോർമണ്ട്, ജോൺ, ജെൻട്രി, തോറോസ്, സാൻഡോർ, ജോറ, ബെരിക് എന്നിവരടങ്ങിയ ആ സംഘം യഥാർത്ഥ വടക്കിന്റെ അതിർത്തിയിൽ ചെന്നുനിന്നു. പുറത്ത് ഭയാനകമായ മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. മരവിപ്പിക്കുന്ന കാറ്റ് ആ തണുത്തുറഞ്ഞ ഭൂമിയിലൂടെ ആഞ്ഞുവീശി. ജോൺ തനിക്ക് പിന്നിലുള്ളവരെ ഒന്ന് തിരിഞ്ഞുനോക്കി. എല്ലാവരുടെയും കണ്ണുകളിൽ ഭയവും അതിലുപരി നിശ്ചയദാർഢ്യവുമുണ്ടായിരുന്നു. അവർ പരസ്പരം നോക്കി.
ജോൺ വീണ്ടും വടക്കോട്ട് നോക്കി. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനായി ആ ധീരരായ യോദ്ധാക്കൾ മരണത്തിന്റെ ലോകത്തേക്ക് നടക്കാൻ തുടങ്ങി. തണുത്തുറഞ്ഞ ആ രാത്രിയിൽ മനുഷ്യരാശിയുടെ ഭാവിക്കുവേണ്ടിയുള്ള ഏറ്റവും വലിയ പോരാട്ടത്തിന് തുടക്കമാകുകയായിരുന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.